ഈ നിമിഷത്തിനെ വിശ്വസിക്കുന്ന ആളാണ്. കാരണം ഇപ്പം നമ്മൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട്, ഞാൻ തിരിച്ച് വീടെത്തുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പില്ല. ഞാനിപ്പോൾ നമുക്ക് ഇന്ന് കാണാം എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു, പക്ഷെ ഇന്ന് കാണാൻ പറ്റുന്ന യാതൊരു ഗ്യാരണ്ടി എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം അത്രേ ഉള്ളൂ. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ എന്തുമാത്രം പ്രാവർത്തികമാക്കാൻ പറ്റും, അല്ലെങ്കിൽ എവിടെ എത്തുന്നുള്ളൂ, ഇതൊക്കെ നമ്മുടെ ദീർഘവീക്ഷണമാണല്ലോ. ഇപ്പോൾ ഈ നമ്മുടെ ലൈഫിൽ നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മളിൽ അത്രയും അനുഭവിച്ച് വന്ന കഷ്ടപ്പാടുകളും കാര്യങ്ങളും. അതാണ് സിജോ, വളരെ വൈകാരികവുമാണ്. കാരണം അപ്രതീക്ഷിതമായിട്ടുള്ള മരണമാണ്. അത് കുടുംബത്തെയും വല്ലാതെ ഉലയ്ക്കുന്ന തരത്തിലുള്ള 81 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ആക്റ്റീവ് ആയിരിക്കുമ്പോൾ, സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു അപകടം വന്നത്. പലരുടെയും, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ് നമുക്കറിയാം, ചെറിയൊരു നെഞ്ചുവേദനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ട്രീറ്റ്മെന്റ് എടുക്കാൻ മാത്രമില്ല എന്ന് കരുതിയിട്ടായിരിക്കണം ഒരു പക്ഷേ ആശുപത്രിയിൽ ഡോക്ടറെ കാണിക്കാതിരുന്നതൊക്കെ. അദ്ദേഹത്തിന്റെ സഹോദരനും സഹോദരിയും ഒക്കെയാണ് അവിടേക്ക് എത്തിയിരിക്കുന്നത്. വളരെ വൈകാരികമായിട്ടുള്ള കാര്യമാണ്. കാരണം അത്ര പെട്ടെന്ന് അവസരങ്ങൾ ലഭ്യമാകും. ഇത്രകാലം സിനിമയിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. കാരണം 40ഓളം സിനിമകൾ ഒരുപക്ഷെ നായക പ്രാധാന്യമുള്ള വേഷങ്ങൾ ആയിരുന്നിരിക്കില്ല, പക്ഷേ മനസ്സിൽ പ്രതിഷ്ഠ നേടിയ, നമ്മുടെ എല്ലാം മനസ്സിൽ ഇപ്പോഴും ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന, ഓരോ മുഹൂർത്തം സമ്മാനിക്കുന്ന കഥാപാത്രങ്ങൾ ഓർത്തെടുത്ത് പറയാൻ സാധിക്കും. ആ കഥാപാത്രങ്ങൾ